നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തീപ്പൊരി പോരാട്ടമാണ്. പ്ലേ ഓഫിൻ്റെ ആദ്യ പാദത്തിൽ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നു. ആര് വിജയിക്കും? ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ്. രണ്ട് കോച്ചുമാരുടെയും തന്ത്രങ്ങൾ എങ്ങനെയാവും? രണ്ട് ടീമും പരിക്കിൻ്റെ ആ ഒരു പിടിയിൽപ്പെട്ട് വല്ലാതെ വലയുന്നൊരു സീസണാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പരിഹാരമായിരിക്കും അവർ കണ്ടെത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഇന്നലെ പുറത്തേക്ക് വന്നൊരു വിവരപ്രകാരം ആഞ്ചലോട്ടി മെൻഡിയെ RB ആയിട്ട് ട്രൈ ചെയ്തു, ഫ്രാൻ ഗാർഷിയെ LB ആയിട്ട് ട്രൈ ചെയ്തു എന്നാണ്. കളിക്കളത്തിൽ അത് അങ്ങനെയാകുമോ എന്നുള്ളതാണ്. അപ്പോൾ വാൽവർദെ RB ആകും എന്നുള്ള സൂചനകൾ ചില കോഡുകളിൽ നിന്ന് വരുന്നുമുണ്ട്. എന്തൊക്കെ സർപ്രൈസാണ് ഇവർ ഒളിപ്പിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അതേസമയം നിക്കോ ഗോൺസാലസിൻ്റെ കാര്യത്തിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പക്ഷേ ഇന്നലെ ട്രെയിനിങ് നടത്തി. ഒരു പക്ഷേ പ്ലേയിങ് ലെവലിലേക്ക് വരാനുള്ള സാധ്യത ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റിൽ അദ്ദേഹത്തിന് ലോവർ ബാക്ക് ഇഷ്യൂസ് ഉണ്ട്, പെയിനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അപ്പോൾ ആ കാര്യത്തിലും ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കുമ്പോൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ ഒരു പോരാട്ടം എത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. ഇതുവരെ ഈ രണ്ട് ടീമുകൾ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് യുവേഫ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് 4 കളികൾ മാഞ്ചസ്റ്റർ സിറ്റിയും 3 കളികൾ റയൽ മാഡ്രിഡും വിജയിച്ചപ്പോൾ 5 കളികൾ സമനിലയിലാണ് അവസാനിച്ചത്. 21 ഗോളുകൾ സിറ്റി അടിക്കുകയും 18 ഗോളുകൾ റയൽ സിറ്റിയുടെ വലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആരൊക്കെയായിരിക്കും റയലിൻ്റെ നിരയിലുണ്ടാവുക? ഡിയാരിയോ ASൻ്റെ ഒരു നിഗമനപ്രകാരം അവർ നൽകുന്ന പ്രോബബിൾ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ ഷുവാമിനിയും അസെൻസിയോയും, സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് മെൻഡിയും വാൽവർദയും, മധ്യനിരയിൽ കമവിംഗ ഉണ്ടാകും, മോഡ്രിച്ച് ഓർ സബയോസ്, അതായത് ഒന്നുകിൽ മോഡ്രിച്ച് അല്ലെങ്കിൽ സബയോസ്. പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ബെല്ലിംഗാമും ഉണ്ടാകും. മുന്നേറ്റത്തിൽ വിനിയും റോഡ്രിഗോയും കിലിൻ എംബാപ്പയും. ഇതാണ് ഇപ്പോൾ അവർ നൽകുന്ന ഒരു പ്രോബബിൾ ലൈനപ്പ്. അതേസമയം ആരൊക്കെയായിരിക്കും സിറ്റിയുടെ നിരയിൽ എന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ നിക്കോ ഗോൺസാലസ് ഇറങ്ങാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ എഡേഴ്സൺ, അക്കാഞ്ചി, സ്റ്റോൺസ്, ഡയസ്, ഗാർഡിയോൾ, നിക്കോ, കൊവാസിച്ച്, ബെർണാഡോ, ഡിബ്രൂയിനെ, ഫോഡൻ, ഹാലൻഡ് എന്ന രൂപത്തിൽ പെപ്പ് ടീമിനെ ഇറക്കും. പിന്നെ പെപ്പാണ് ആൾ. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് അവസാന ഘട്ടത്തിലൊക്കെ വരുത്തുക എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഇന്നൊരു തീപ്പൊരി പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.